സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതിയായ കാരുണ്യയിൽ കുടിശ്ശിക 900 കോടി രൂപയ്ക്ക് മേലെയാണ്. പല സ്വകാര്യ ആശുപത്രികളും പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയിട്ടുമുണ്ട്. കുടിശ്ശികയുള്ളതിനാൽ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾക്ക് മരുന്നും ഇംപ്ലാന്റുകളും സർക്കാർ ആശുപത്രികളിൽ കിട്ടാത്ത അവസ്ഥയുമാണ്. പ്രവീണ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. 64 ലക്ഷം പേരാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവർക്ക് ചികിത്സ നൽകിയ വകയിലാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് കോടികളുടെ കുടിശ്ശിക. സ്വകാര്യ ആശുപത്രികൾ പലതും പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി. ചില സ്വകാര്യ ആശുപത്രികൾ കരാർ അവസാനിക്കുന്ന മാർച്ച് വരെ തുടരും. പക്ഷേ അതിനു മുൻപ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ കോടതിയെ സമീപിക്കുകയാണ്. കുടിശ്ശിക എത്രയും വേഗം അനുവദിക്കാൻ ഇടപെടണമെന്നാണ് ആവശ്യം. 400 കോടി രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രം നൽകാനുള്ളത്. കുടിശ്ശികയേറിയതോടെ പല ചെറുകിട ആശുപത്രികളും ശമ്പളം പോലും നൽകാനാകാത്ത സ്ഥിതിയിലേക്ക് മാറി. എന്താണെങ്കിലും ഇനി കുടിശ്ശിക തീർക്കാതെ ഈ പദ്ധതിയിൽ തുടരാൻ സ്വകാര്യ ആശുപത്രികൾക്ക് കഴിയില്ല. 150ഓളം ഹോസ്പിറ്റലുകൾ ഈ പദ്ധതിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ഈ കുടിശ്ശിക ഇങ്ങനെ തുടർന്നു പോയാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. സർക്കാർ മേഖലയിൽ ലഭ്യമല്ലാത്തതോ കാത്തിരിപ്പ് കൂടുതൽ നാൾ വേണ്ടതോ ആയ ചികിത്സകൾക്കായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികൾക്കും തിരിച്ചടിയാണ്. ഇപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അത് ഈ സ്കീം അടക്കാൻ ഒക്കില്ല എന്ന് പറയാൻ ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തരാനുള്ള കുടിശ്ശിക എമൗണ്ട് പാസ്സാക്കുകയും അത് സമയബന്ധിതമായി തരികയും ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. സർക്കാർ ആശുപത്രികൾക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ല. പക്ഷേ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾക്ക് മരുന്ന്, ഇംപ്ലാന്റ് ഒക്കെ വാങ്ങുന്നത് സ്വകാര്യ ഫാർമസിയിലും കാരുണ്യ ഫാർമസിയിൽ നിന്നുമാണ്. വിതരണക്കാർക്ക് കോടികൾ കുടിശ്ശികയായതോടെ അതും നിലച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഒരു വർഷം നൽകുന്നത്. കുടിശ്ശിക 900 കോടി. സ്വകാര്യ ആശുപത്രികൾ പലതും പദ്ധതിയിൽ നിന്ന് പിന്മാറി. രോഗികൾ ദുരിതത്തിൽ തുടരുന്നു. എന്നിട്ടും അനക്കമില്ലാത്തത് ആരോഗ്യ വകുപ്പിനും സർക്കാരിനും മാത്രമാണ്. ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കി: എങ്ങനെയാണ് ഇങ്ങനെ രോഗികളെ ദുരിതത്തിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കഴിയുന്നത്? വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.